ദക്ഷിണ സലീംകുമാർ എന്ന ഈ മലയാളി പെൺകുട്ടി BMW ബൈക്കിൽ പോയത് അങ്ങ് ലഡാക്ക് വരെ. ഈ പ്രായത്തിൽ ആദ്യമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റോഡിലൂടെ ബൈക്ക് റൈഡ് നടത്തിയ മലയാളിയായ പത്തനംതിട്ടക്കാരി പെൺകുട്ടി. എനിക്ക് കൊച്ചിലെ തൊട്ട് ബൈക്ക് റൈഡിങ്ങിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. ഈ ബൈക്സ് ഒക്കെ ഇരിക്കുന്ന കണ്ട കയറിയിരുന്ന് ഫോട്ടോ എടുക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാമൻ പഠിപ്പിച്ച ദിവസം തന്നെ ഓടിക്കാൻ പഠിച്ചു. ഞങ്ങൾ എന്നിട്ട് കുറച്ച് ദൂരം മെയിൻ റോഡിൽ കൂടെ കുറച്ച് ദൂരം പോവുകയൊക്കെ ചെയ്തായിരുന്നു. സോ അന്നേരം തൊട്ട് ആ ഒരു ബ്ലഡിലുണ്ടെന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമായിരുന്നു. മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട് ബാംഗ്ലൂരിലെത്തി കൂട്ടുകാർക്കൊപ്പം 19,300 ഫീറ്റ് ഉയരത്തിലുള്ള ലോകത്തിലെ ഉയരം കൂടിയ വാഹനം ഓടിക്കാവുന്ന ഈസ്റ്റേൺ ലഡാക്കിലെ ഉംബലിംഗ്ല റോഡിലൂടെ BMW ബൈക്കിൽ സഞ്ചരിച്ചാണ് ഈ മലയാളി പെൺകുട്ടി അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കുറേ റൈഡ് പോയിട്ടുണ്ട്. ചെറിയ ചെറിയ റൈഡുകളും 1 ദിവസത്തെ 2 ദിവസത്തെയും അങ്ങനെയായിട്ട് കുറേ റൈഡുകൾ പോയിട്ടുണ്ട്. ഫസ്റ്റ് ലോങ് റൈഡ് എന്ന് പറയുന്നത് K2K ആണ്. കാസർഗോഡ് ടു കന്യാകുമാരിയാണ് ഫസ്റ്റ് ലോങ് റൈഡ് പോയത്. അത് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ടായിരുന്നു ഫസ്റ്റ് റൈഡ്. അത് കഴിഞ്ഞ വർഷം ഈ ബൈക്ക് എടുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷമായിരുന്നു K2K പോയത്. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഒരുവിധം സ്ഥലങ്ങൾ, പിന്നെ ഗോവ പോയിട്ടുണ്ട്, പിന്നെ പോണ്ടിച്ചേരി, അങ്ങനെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് പോയി. പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിലെ ഉള്ളന്നൂർ പുത്തേഴത്ത് വീട്ടിൽ പരേതനായ ഗോപാലകൃഷ്ണന്റെയും സുലേഖയുടെയും മകൾ ലേഖയുടെയും മൂന്നാർ കണ്ണൻദേവൻ എസ്റ്റേറ്റിൽ മാനേജ്മെന്റ് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന കോട്ടയം നാഗമ്പടം പറമ്പിച്ചിറയിൽ വീട്ടിൽ സലീം കുമാറിന്റെ മകളാണ് ദക്ഷിണ എസ് കുമാർ എന്ന ഈ മിടുക്കി. ഓണക്കാലത്ത് അമ്മൂമ്മയുടെ അടുത്ത് ഓണസദ്യ കഴിക്കാനായിട്ട് എത്തിയപ്പോഴാണ് ടീം പത്തനംതിട്ടയ്ക്കൊപ്പം ദക്ഷിണ വിശേഷങ്ങൾ പങ്കുവച്ചത്. ദക്ഷിണ ഇപ്പോൾ പത്തനംതിട്ടക്കാരിയാണോ അതോ കോട്ടയംകാരിയാണോ എന്ന് ഞങ്ങളുടെ ചോദ്യം. എനിക്ക് രണ്ടും താല്പര്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പത്തനംതിട്ടക്കാരി അറിയപ്പെടാനാണ് കുറച്ച് കൂടുതൽ താല്പര്യം. കാരണം ഞാൻ എൻ്റെ കോളേജും കാര്യങ്ങളുമൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് പഠിച്ചതൊക്കെ. അപ്പം രണ്ടും ഇഷ്ടമാണ്. പിന്നെ ഇവിടെ കുറച്ച് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇപ്പോൾ മൂവാറ്റുപുഴ ആക്സിസ് ബാങ്ക് മാനേജറായി ജോലി ചെയ്യുന്ന ദക്ഷിണ എസ് കുമാറിനെ വളരെ ചെറുപ്പത്തിലെ അമ്മാവനായ അനിൽ ഗോപാലകൃഷ്ണനാണ് ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചത്. അമ്മാവനിപ്പോൾ ദക്ഷിണയുടെ ബൈക്ക് ഓടിക്കാൻ വലിയ പാടാണെന്ന്. അമ്മാവന്റെ ബൈക്കില് തിരുവനന്തപുരം വരെയൊക്കെ ദക്ഷിണ പോയിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞ് ആദ്യമായി മെഴുവേലിയിൽ നിന്ന് മുളക്കുഴ വഴി ബൈക്ക് റോഡിലിറക്കി കറങ്ങിയപ്പോൾ പോലീസ് പിടികൂടിയെന്നും താനാണ് പോയി ഇറക്കിയതെന്നും അച്ഛൻ. ബൊളീവിയയുടെ 18,953 അടി ഉയരത്തിൽ നിർമ്മിച്ച റോഡിന്റെ റെക്കോർഡ് തകർത്താണ് ഇന്ത്യ 7,700 അടി ഉയരമുള്ള സിയാച്ചിൻ ഗ്ലേസിയറിനും 17,582 അടി ഉയരത്തിലുള്ള ലേയിലെ ഖർദുങ്ല പാസിനും വളരെ മുകളിലുള്ള ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് പ്രശസ്തനായ ബൈക്ക് റേസർ ഫൈസിന്റെ നേതൃത്വത്തിലുള്ള CRF റേസിംഗ് ക്ലബിലെ അംഗങ്ങളോടൊപ്പമാണ് ഉലിംഗ്ല ചുരത്തിലൂടെ ബൈക്ക് യാത്ര നടത്തി ദക്ഷിണ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. പിന്നീടാണ് ലഡാക്ക് റൈഡ്. ലഡാക്ക് എൻ്റെ ഒരു ഡ്രീം റൈഡായിരുന്നു. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ബൈക്കേഴ്സിൻ്റെയും തന്നെ ഒരു ഡ്രീം റൈഡാണ് ലഡാക്ക് റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി മൂന്നാറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. മൂന്നാർ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ടീം അവിടെ ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങളൊരു 13 പേര് ഒന്നിച്ചാണ് റൈഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു 18 to 20 ഡേയ്സ് റൈഡായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശ്രീനഗർ തൊട്ട് ആണ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ശരിക്കും കണ്ട് തന്നെ അറിയണമെന്ന് പറയുമല്ലോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആയിരുന്നു. ശ്രീനഗർ തൊട്ട് നമ്മളൊരു ശരിക്കും ഒരു വണ്ടർലാൻഡ് അല്ലെങ്കിൽ ഒരു പാരഡൈസ് ചെന്നൊരു ഫീലായിരുന്നു. വളരെ മനോഹരമായ സ്ഥലങ്ങളായിരുന്നു അവിടം തൊട്ട്. പിന്നെ ഇടയ്ക്ക് കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങളൊരു ഗ്രൂപ്പ് റൈഡ് ആയിട്ടാണ് പോയത്. അപ്പോൾ ചിലരുടെ വണ്ടിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു വണ്ടി തിരിച്ചയക്കേണ്ടി വന്നായിരുന്നു. അങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്തു. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഓവർകം ചെയ്ത് ഒരുവിധം ഞങ്ങൾ റൈഡ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഓൺ ദ വേ പറയുകയാണെങ്കിൽ ചിലയിടങ്ങളിലൊന്നും റോഡേ ഇല്ല. ഫുൾ കംപ്ലീറ്റ്ലി ഓഫ് റോഡാണ്. ഉരുണ്ട കല്ലുകളും
അങ്ങനത്തെയൊക്കെ റോഡാണ്. പിന്നെ ചില സ്ഥലത്ത് മണാലിയൊക്കെ എത്തിയ സമയത്ത് ഒരു സൈഡ് റോഡ് ആക്ച്വലി വീതി നല്ല രീതിയിൽ കുറവായിരുന്നു. പിന്നെ ഒരു സൈഡിൽ കൊക്കയാണ്, വലിയ നല്ല താഴ്ചയുള്ള കൊക്കയാണ്. പിന്നെ ഒരു സൈഡിൽ ഹ്യൂജ് പാറകളും. സോ അവിടുന്ന് പാറകളൊക്കെ ഇളകി റോഡിൽ വീഴുന്നുണ്ടായിരുന്നു. അതേസമയം വലിയ ലോറികളെല്ലാം പാസ് ചെയ്യുന്ന റോഡാണത്. സോ അവിടെ രാത്രി യാത്ര പ്രൊഹിബിറ്റഡ് ആണ്. അപ്പം ഞങ്ങൾ പോയത് ഏകദേശം ഒരു ഈവനിങ് ടൈമിലായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് തന്നെ ഒരു 2-3 ലോറി കൊക്കയിൽ മറിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. നമ്മൾ ലൈക്ക് ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. അപ്പം കാശ്മീർ ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്തപ്പോൾ തന്നെ ഫുൾ മിലിറ്ററി ക്യാമ്പ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. സോ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ ഭയങ്കര രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അന്നേരം മിലിറ്ററി ക്യാമ്പിൽ ലൈക്ക് മിലിറ്ററിക്കാർ വന്നു ആൻഡ് മിലിറ്ററി ക്യാമ്പിലായിരുന്നു ഞങ്ങൾ. മിലിറ്ററി ക്യാമ്പിലെ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്തത്. അപ്പം അങ്ങനെ ഉള്ള രീതിയിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ KL കാണുമ്പോൾ തന്നെ മിലിറ്ററിക്കാർ ലൈക്ക് കേരളത്തിൽ നിന്നുള്ള മിലിറ്ററിക്കാരൊക്കെ ഓടി വന്ന് അവർ കേരളത്തിൽ എവിടെയാണ്. പിന്നെ ചിലർ നമുക്ക് ഡയറി മിൽക്കും ജ്യൂസും അതേപോലെ കേക്ക്സ് അങ്ങനെയൊക്കെ ജസ്റ്റ് പാസ് ചെയ്ത് പോവുമായിരുന്നു. അവർ ജീപ്പിൽ ജസ്റ്റ് പാസ് ചെയ്ത് പോവുമായിരുന്നു. ആ ടൈമിൽ ഞങ്ങളെ വണ്ടി നിർത്തി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തവരുണ്ടായിരുന്നു. മാതാപിതാക്കളുടെയും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെയും പിന്തുണയും പ്രോത്സാഹനവും മറക്കാനാവുന്നതല്ല എന്ന് ദക്ഷിണ. വീട്ടിൽ 2 പേര് സപ്പോർട്ടാണ്. അച്ഛനായാലും അമ്മയാണേലും നല്ല രീതിയിൽ സപ്പോർട്ടാണ്. അമ്മ എൻ്റെ കൂടെ റൈഡൊക്കെ വരാറുണ്ട്. അച്ഛൻ പിന്നെ അങ്ങനെ റൈഡ് വരില്ലെങ്കിലും ആൾ നല്ല രീതിയിൽ സപ്പോർട്ടാണ്, എല്ലാത്തിനും നല്ല സപ്പോർട്ട്. പിന്നെ അമ്മുമ്മയാണേലും എൻ്റെ കൂടെ ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ച സമയത്ത് ആളായിരുന്നു എൻ്റെ പില്ലിയൻ റൈഡർ. എവിടെ വേണേലും പോകാൻ വരുമായിരുന്നു. ഞങ്ങൾ ഒരു തവണ എക്സാം എഴുതാൻ വേണ്ടി ട്രിവാൻഡ്രം വരെ പോയിട്ടുണ്ട്. ആളുടെ കാലിന് മുട്ടിനൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട്. ആ മുട്ട് വെച്ചിട്ട് ആളെൻ്റെ പുറകിൽ കയറി അങ്ങ് ട്രിവാൻഡ്രം വരെയൊക്കെ വന്നിട്ടുണ്ട്. ജോലി സ്ഥലത്തും അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ലീവ് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് അവർക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്നുണ്ട്. അല്ലാതെ നല്ല സപ്പോർട്ടൊക്കെയാണ്. അവർ ഈ ന്യൂസൊക്കെ വന്ന സമയത്ത് എല്ലാവരും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുകയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കും ഭയങ്കര സന്തോഷമാണ്. ഞാനത് കംപ്ലീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം അവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. എൻ്റെ പഴയ മാനേജറൊക്കെ എന്നെ വിളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്ലബിൻ്റെ മെയിൻ ഹെഡായിട്ട് വരുന്നത് ഫൈസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ആൾ ആ സ്പോട്ടിലൊരു സൊല്യൂഷനായിട്ട് വരും. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ കുറേ ഡിഫിക്കൽട്ടീസ് ഇടയ്ക്ക് വെച്ച് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാത്തിനും ഒരു സൊല്യൂഷനായിട്ട് ആൾ. പിന്നെ ഞങ്ങളുടെ കൂടെ എൻ്റെ സാർ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റണ്ട് പഠിക്കുന്നുണ്ട്. സോ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു. സോ ആൾ നമുക്ക് ഓഫ് റോഡൊക്കെ വരുന്ന സമയത്ത് ആളാണ് ഞങ്ങളുടെ പ്രചോദനം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ആൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകും. സോ അങ്ങനെ ഒരു കുറേ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ളൊരു ഗ്രൂപ്പായിരുന്നു. മാക്സിമം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അടുത്ത ദക്ഷിണയുടെ ലക്ഷ്യമായ ഇന്ത്യയിലെ ഈസ്റ്റ് വെസ്റ്റ് യാത്രയ്ക്കും അതിനുശേഷം ലോകസഞ്ചാരത്തിനും അഭിനന്ദനങ്ങൾ നേരുന്നതിനൊപ്പം ഗിന്നസ് റെക്കോർഡ് പുസ്തകത്തിൽ ഇടം നേടാനും ദക്ഷിണയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ഇനിയൊരു നോർത്ത് ഈസ്റ്റ് റൈഡ് ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ ഫസ്റ്റ് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ലഡാക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു നോർത്ത് ഈസ്റ്റ് ആണ് ആഗ്രഹം. സിക്കിം, ഭൂട്ടാൻ, നേപ്പാൾ കവർ ചെയ്യണം എന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർനാഷണൽ പിടിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ